സാർ, ISROയുടെ ചില വിക്ഷേപണവുമായി ബന്ധപ്പെട്ട ചില തകരാറുകളെ കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേരളത്തിലെത്തിയിരുന്നു, ISROയിലെത്തി. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തിരിച്ചുപോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ISROയിൽ നിന്ന് പുറത്തുള്ള ഒരു സമിതിയെ അവിടെ അന്വേഷണത്തിന് പ്രധാനമന്ത്രി നിയോഗിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതായത് മുൻ ശാസ്ത്രജ്ഞനും കൂടിയായ K. വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള, മുൻ ISRO ചെയർമാനായിട്ടുള്ള S. സോമനാഥ് ഉപാധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതായത് ISROയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തോ കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഭീകരൻ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ ISROയിൽ? ISRO എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പലരും അത് ശരിയായിട്ട് ധരിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഇതിനകത്തിപ്പോൾ S. സോമനാഥ് മാത്രമല്ല ഉള്ളത്. ISRO ചെയർമാനായിരുന്ന ആളുടെ വിജയകരമായിട്ട് പല പരീക്ഷണങ്ങളും നടത്തിയ ആളും അദ്ദേഹം മാത്രമല്ല ഉള്ളത്. അതുകൂടാതെ വിജയരാഘവൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവ് ആയിരുന്ന, ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ നിയമനമല്ല, വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ് അദ്ദേഹം. വ്യക്തമായിട്ട് എവിടെയാണ് പാളിച്ച എന്നുള്ള ബോധ്യം നമുക്ക് നൽകാൻ പര്യാപ്തമായ അറിവ് ഉള്ള ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഒരാൾ പിന്നെ എൻജിനീയറാണ് മറ്റേ ടെക്നിക്കൽ എൻജിനീയറാണ്, മറ്റേതെന്ന് പറയുന്നത് ശാസ്ത്രജ്ഞൻ തന്നെയാണ്. അപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ള, വളരെ കുറ്റമറ്റ, പാളിച്ചയില്ലാത്ത നിഗമനങ്ങളിൽ ഇവർക്ക് എത്താൻ പറ്റും. നമ്മുടെ SIT പോലെ ആവില്ല ഒരിക്കലും എന്നുള്ള ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പലർക്കും അറിയാത്തൊരു കാര്യം, VSC എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് നമ്മുടെ സ്ഥാപനം പോലും വളരെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള സ്ഥാപനമാണ്. അവിടെ മുഴുവൻ കാവൽ നിൽക്കുന്നത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നിങ്ങൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൃത്യമായ അനുവാദം കിട്ടിയിരിക്കണം. രേഖാമൂലമുള്ള അനുവാദമില്ലാതെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ അനുഭവിച്ചതാണ്. ദൂരദർശന് വേണ്ടി ഒരു ഷൂട്ടിന് പോയപ്പോൾ നമ്മുടെ ഈ രേഖാമൂലം, ദൂരദർശൻ എന്നുള്ള ഐഡൻറ്റിറ്റി കാർഡൊന്നും പോരാ, അവിടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി കാർഡൊന്നും പോരാ. അവരുടെ തന്നെ പെർമിഷൻ, VSSC ഡയറക്ടറുടെ പെർമിഷൻ കത്ത് വേണം. ആ കത്ത് കൊണ്ട് ചെന്നാലേ കഴിയൂ. എന്നാൽ കഴിഞ്ഞാലും ഇവർ ചെന്നാൽ അവിടെ ചോദിച്ച് ഇവിടെ ചോദിച്ച് ഒക്കെ. സാധാരണഗതി ഈ ദൂരദർശനം അല്ലെങ്കിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, പറഞ്ഞാൽ മതി. ചിലർ നോക്കും, ആ നോട്ടവും അല്ല, അവിടെ ഒരു പരിശോധനയും കൂടെ നടക്കും. എല്ലാം ചെക്ക് ചെയ്ത ശേഷമേ വിടൂ. നമ്മളെ മുഴുവൻ പരിശോധിക്കും. ഈ ഭീകരാക്രമണങ്ങളൊക്കെ പ്രബലമാവുന്നതിന് മുമ്പായത് നമ്മളെ മുഴുവൻ അടിപൊളി പരിശോധിച്ച ശേഷമേ അങ്ങോട്ട് വിടൂ. അവിടുന്ന് നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുടെ, അതീവ രഹസ്യമായ കാര്യങ്ങളുടെ ഒരു ക്യാസറ്റ് എനിക്ക് തന്നു. അന്നത്തെ കാലത്ത് ഈ ക്യാസറ്റാണല്ലോ പ്ലേ ചെയ്യുന്നത്. നമ്മളെ ഇന്നത്തെ പോലെ കാറ്റ്സ് ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സംവിധാനം ഒന്നില്ല, മനസ്സിലായില്ലേ? ആ സംവിധാനമില്ലാത്തതുകൊണ്ട് അവിടുന്ന് 2 ക്യാസറ്റുകൾ എനിക്ക് തന്നു. നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തുകൊള്ളാൻ അനുവാദം തന്നുകൊണ്ടുള്ള കത്തും തന്നു. ആ കത്തിന് തന്നെ 3 കോപ്പിയുള്ളൂ. 3 രസീതാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. 3 സ്ഥലങ്ങളിൽ അത് കാണിച്ച ശേഷമേ ഇവിടുന്ന് ഇറങ്ങിപ്പോരാൻ പറ്റൂ. എന്തൊരു ബുദ്ധിമുട്ടാണെന്നോ. ഇന്നത്തെ രീതിയിൽ ഇത്രയും ക്ഷമയോടെ ആരെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി വരുമോ? പക്ഷേ VSSC ആയതുകൊണ്ട് വേറെ എങ്ങും കിട്ടാനില്ലാത്തതുകൊണ്ടും അങ്ങനെ അതീവ സുരക്ഷയിലാണ് നമ്മൾ പുറത്തേക്ക് പോരുന്നത്. അന്ന് ഇത്രയൊന്നും ആയിട്ടില്ല, VSSC ഇത്രയും പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല അന്നത്തെ കാലത്ത് പോലും. എന്നിട്ട് പറഞ്ഞു, VSSC ഡയറക്ടറിനോട് പറഞ്ഞ ശശികുമാറാണ്, ഡോക്ടർ ശശികുമാർ, ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ക്യാസറ്റ് തിരിച്ചിവിടെ തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വന്നു വരെ അവരന്വേഷിക്കും, അവിടെ വലിയ പ്രശ്നമാവും, വലിയ അന്വേഷണം നടക്കും. ആ റിസ്കിലാണ് നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞ വാക്കുകളാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യില്ല, മനസ്സിലാക്കണം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത് അതീവമായിട്ടുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഡിഫൻസിൻ്റെ സീക്രട്സും കൂടി അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും. കാരണം അന്യ രാജ്യങ്ങളോ നമ്മുടെ രാജ്യത്തിന് ദ്രോഹകരമായിട്ട് പ്രവർത്തിക്കുന്നവരോ അറിയാൻ പാടില്ലാത്ത രഹസ്യം. അതും കൂടി ഇവിടെ സന്നിവേശിപ്പോൾ മിസൈൽ ടെക്നോളജി, അങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടുന്ന് നേരെ DRDOയിലേക്ക് പോയത്, അല്ലേ? ഇത് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഡിഫൻസ് രഹസ്യങ്ങളുടെ ശാസ്ത്രവും അതിൻ്റെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ, പുറത്തുള്ളവർക്ക് അറിയില്ല, കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ്.
ഈ കഴിഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ചിന് അതിൻ്റെ ഒരു തോൽവി കൊണ്ട് ഇന്ത്യക്കുണ്ടായത് കോടാനുകോടി രാജ്യങ്ങളുടെ നൽകേണ്ടിയിരുന്ന പണത്തിൻ്റെ ഒരു നഷ്ടവും നാണക്കേടും മാനക്കേടും. ലോകതലത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എലിഫൻറ്റ് ഇൻ ദ റൂം എന്ന് പറഞ്ഞാൽ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് G7 സബ്മിറ്റ് നടക്കുകയാണ് ഫ്രാൻസിലെ G7 സബ്മിറ്റിന് വേണ്ടിയിട്ടുള്ള അജണ്ട തയ്യാറാക്കാൻ വേണ്ടി ഇന്ത്യയെ ഏൽപ്പിച്ചിരിക്കുക, അവരെ സഹായിക്കാൻ. ഇവിടെ നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ഷെർപ്പാമാരൊക്കെ കൂടി തയ്യാറാക്കി വളരെ വിജയകരമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മീറ്റിന് വേണ്ടി നമ്മളിത് എല്ലാം ശരിയാക്കി വെച്ചത്, G20 മീറ്റിന് വേണ്ടി. അതുപോലെ ഇപ്പോൾ G7 മീറ്റ് ഉണ്ട് അവരുടെ, അതിന് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ട് എങ്ങോട്ട് വന്നിട്ട് ഫ്രാൻസ്. അപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണത് വിജയകരമായിട്ട് നടത്തിയതിൻ്റെ. അപ്പോൾ ലോകത്തിലെ ഏതൊരു G7 ആയാലും G20 ആയാലും എന്തായാലും ഇന്ത്യയെ അറിയിക്കാതെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയെ അവഗണിക്കാൻ പറ്റില്ല. മേജർ ഫോഴ്സ് ഇൻ ദി റെക്കണിങ് ഇൻ ദി ജിയോ പൊളിറ്റിക്കൽ അരീന എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അങ്ങനെയുള്ളൊരു ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത്. സാറ്റലൈറ്റ് എല്ലാ രാജ്യങ്ങളുടെയും, അമേരിക്കയുടെ നാസയുടെ പരീക്ഷണങ്ങൾ എത്ര പരിചയപ്പെട്ടു. പക്ഷേ നമ്മുടെ സയൻറ്റിഫിക് ടെമ്പറുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെവിടെയാണ് മിഷൻ ഫെയിലിയർ ആയത്, അത് കണ്ടുപിടിക്കുക, അതിന് വരാതിരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള. ഇവിടെ പറയുന്നത് സാർ PSLV 61 പരാജയപ്പെട്ടു. അത് മെയ്യിലായിരുന്നു, 2025 മെയ്യില്. ഇത് PSLV 62 അത് ജനുവരിയിലാണ്, അതും പരാജയപ്പെട്ടു. ഇവിടെ ഇതിന്റെ ഒരു ഉപഗ്രഹമുണ്ട്, അന്വേഷണ, അതായത് 500 കിലോമീറ്റർ ദൂരം വരെ ചെന്ന് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഉപഗ്രഹമാണ് ഇത്. ഈ ഭ്രമണപഥത്തിൽ നിന്ന് ഇത് ഉയർന്നു കഴിയുമ്പോൾ 14,000 കിലോമീറ്ററിൽ നിന്ന് 24,000 കിലോമീറ്ററിലേക്ക് കടക്കുമ്പോഴാണ് ഇത് പരാജയപ്പെടുന്നത്. ഈ 2 റോക്കറ്റ്, അതായത് PSLV 62-1 62-2 2 ഘട്ടം പൂർത്തിയാക്കി. 1ാം ഘട്ടവും 2ാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി. 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇത് പരാജയം സംഭവിക്കുന്നത്. ഭ്രമണപഥത്തിൽ നിന്ന് മാറി ഇത് പരാജയപ്പെടുന്നത്. ഇപ്പോ 16 ഉപഗ്രഹങ്ങളും കൊണ്ടാണ് ഈ PSLV പുറപ്പെടുന്നത്. അപ്പോൾ ഇത് പരാജയം എന്ന് പറയുമ്പോൾ ഇതാരെങ്കിലും മനഃപൂർവ്വം ഈ 3ാം ഘട്ടത്തിൽ എത്തുമ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ളതാണ്. എന്താണ് പരാജയ കാരണം? ഇത് കേന്ദ്ര സർക്കാരിന് ചില സംശയങ്ങൾ ഇതിൻ്റെ അകത്ത് തോന്നിയത് കൊണ്ടാണ് ആരും അറിയാതെ അജിത് ഡോവൽ ഇവിടെ എത്തിയത്. അജിത് ഡോവൽ കേരളത്തിലെ ശ്രീഹരിക്കോട്ടയിൽ വരണമെങ്കിൽ അതില് നിസ്സാര ഇവിടെ ISROയില് ഉദ്യോഗസ്ഥർ രാവിലെ ആഹാരം കഴിച്ചോ, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചോ, അല്ലെങ്കിൽ ഇവിടെ എത്ര റോക്കറ്റ് വിക്ഷേപിച്ചു, ഇതൊന്നും അറിയാൻ ഇന്ത്യയുടെ ദേശീയോപദേഷ്ടാവ് ISROയിൽ വരണമെന്നില്ല. അവിടെ ഇരുന്നൊരു ഫോൺ വിളിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാൻ കഴിയും. അതിന്റെ കാര്യത്തിന് അദ്ദേഹത്തിന് ഇവിടെ വരണമെന്നില്ല. പക്ഷെ അജിത് ഡോവൽ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഗൗരവമായ കാര്യമുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ISRO കേരളത്തിൽ കൂടിയാണ്. അതെ, അജിത് ഡോവൽ തുമ്പയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ വന്നത് അതിൻ്റെ ആ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിൽ വളരെ സുപ്രധാനമായ പങ്ക് അവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ്, ഒരു ടീം വർക്കായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, എനിക്ക് തോന്നുന്ന വിങ്സ് ഓഫ് ഫയർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ മിസൈൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ഇവിടുന്ന് റോക്കറ്റ് വിക്ഷേപിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മിഷൻ ഏറ്റെടുത്തു, അദ്ദേഹത്തെ ഏൽപ്പിച്ചു വിശ്വാസപൂർവ്വം. ആ മിഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം അനുഭവിച്ച സ്ട്രെസ്, സമ്മർദ്ദം, പിരിമുറുക്കം അപാരമാണ്. അദ്ദേഹം ഇത് 14 ദിവസങ്ങൾ നിരന്തരമായിട്ട് 14 ദിവസങ്ങൾ രാവും പകലും ഓഫീസിൽ തന്നെയാണ്, വിശ്രമമെടുക്കാതെ ഉറങ്ങാതെ ഈ ലോഞ്ചിന് പിന്നാലെയായിരുന്നു. മനസ്സിലായില്ലേ? അതിനുശേഷം അത് വിജയകരമായിട്ട് ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിലെന്ന് പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്തെ ഗാന്ധി ആരി അമ്മൻ കോവിൽ സ്ട്രീറ്റിലെ ആ ലോഡ്ജ് മുറി, ഞാനിവിടെ പോയിട്ടുണ്ട്, ഞാനിവിടെ താമസിച്ചിട്ടുണ്ട്. ഒരു സൗകര്യവും ഇല്ലാത്ത ഒരു മുറി, ഒരു AC പോലും ഇല്ലാത്ത ഒരു മുറിയിൽ ഒരു അനുഭവത്തിന് വേണ്ടി ജീവിച്ചതാണ്. അവിടെ വന്നിട്ട് അദ്ദേഹം വിശ്രമിക്കുകയാണ്. ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം, തൊട്ടിവിടെ ഭക്ഷണം, ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം. അപ്പോൾ എത്ര മാത്രം, എന്നിട്ട് അവിടെ ഒരു സൗകര്യമില്ലാത്ത മുറി കിടന്ന് അദ്ദേഹം കുംഭകർണനെ പോലെ പിന്നെ 14 ദിവസം കിടന്ന് ഉറക്കമായിരുന്നു.
അപ്പോൾ എത്രമാത്രം സ്ട്രെയിനുള്ള ഒരു പദ്ധതിയാണിത്. എല്ലാം കൃത്യമായിട്ട് പോകണം. അതിനകത്ത് എവിടെങ്കിലും ഒരു ചെറിയ പിഴ വന്നാൽ അത് വരാൻ പാടില്ല. 100% ആക്യുറേസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പദത്തിൽ എത്തുകയുള്ളൂ. ആ പ്രിസിഷൻ വളരെ പ്രധാനമാണ്. അത് നേരത്തെയും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇത് ഇതിനകത്ത് പറയുന്നത് കൂടാതെ വീണ്ടും പിഴവുകൾ കടലിൽ ചെന്ന് പതിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കളിയാക്കിയിട്ടുണ്ട്. കേരളത്തിലെ സ്കൈ മേപ്പോട്ട് വിടുന്നതെല്ലാം കടലിൽ വന്ന് വീഴുവാന്നൊക്കെ പറഞ്ഞ ട്രോളുകൾ വന്നിട്ടുണ്ട്. സംഭവിക്കാം. പക്ഷെ സംഭവിച്ചത് എന്തുകൊണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? എങ്കിലല്ലേ ഇത് ആവർത്തിക്കാതിരിക്കാൻ പറ്റും. തന്നെയല്ലേ ഈ പറഞ്ഞ പോലെ ശത്രു രാജ്യങ്ങൾ നിരവധി ഉണ്ട് നമുക്ക്. ശത്രു രാജ്യങ്ങളുടെ ഒരു ബഗ്ഗോ അല്ലെങ്കിൽ ഒരു വൈറസോ എവിടെയെങ്കിലും ഒന്ന് കടത്തിവിട്ട് കഴിഞ്ഞാൽ ഈ മിഷൻ ആകെപ്പാടെ നമ്മൾ ഉദ്ദേശിച്ച പദത്തിലേക്ക് പോവുകയില്ല. നമ്മുടെ പ്രതിരോധ സുരക്ഷയ്ക്ക് അത് വലിയ ഭീഷണിയാണ്. അത് കണ്ടുപിടിക്കാൻ പിന്നെ ചില കള്ളന്മാരുണ്ട്. നമ്മുടെ ഇതിലെ എസ് സോമനാഥ് തന്നെ പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ചെയ്ത ഒരു മിഷനിലെ ഫെയിലുവറിന് കാരണം അദ്ദേഹത്തിന് മുമ്പിരുന്ന VSSC ഡയറക്ടറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മനഃപൂർവ്വം തനിക്ക് പ്രൊമോഷൻ ISRO ചെയർമാനായിട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത കുൽസിത പ്രവൃത്തിയാണ്. അങ്ങനെയുള്ള പാരവെപ്പുകളും നടക്കുന്നുണ്ട് ഇവിടെ. അതിനകത്ത് മാധ്യമ പ്രവർത്തനത്തിൽ മാത്രമല്ല, പോലീസിലുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ പാരവെപ്പുകൾ. അങ്ങനെയുള്ള ഒരു പാരവെപ്പ് നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഈ സ്വന്തം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകം ആ ഭാഗം പ്രസിദ്ധീകരിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് സെൻസർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ പക്ഷെ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ട് പരസ്യമായിട്ട്. അദ്ദേഹം പല ഇന്റർവ്യൂകളുണ്ട്, അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കളികളും ഇതിനകത്താണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരനായിരുന്നു മറ്റേ ആള്. ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ അദ്ദേഹം ചെയ്ത പണിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുൽസിത പ്രവർത്തികൾ നടക്കുന്നുണ്ട്, സങ്കുചിത പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് പ്രാഥമികമായിട്ട് അറിയാൻ വേണ്ടിയാണ് പിന്നെ ഇദ്ദേഹം ഇവിടെ വന്നത്. അജിത് അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രാഥമികമായിട്ട് മനസ്സിലായി ഇത് വേണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം പോയി മഹാ ചിപ്സിൽ നിന്ന് ചിപ്സും ഒക്കെ വാങ്ങിച്ച് 2000 രൂപയുടെ വാങ്ങിച്ചെന്നാ കുറച്ച് പ്രധാനമന്ത്രിക്കും കൊടുത്തു കാണുന്നു. വാങ്ങിച്ച് സെക്യൂരിറ്റി ഇവിടെ കൂളായിട്ടാ പോയത്. ഒരു ടെൻഷനും ഇല്ല അദ്ദേഹത്തിന്. ഇരുന്നാ മതി, പൊക്കലൊക്കെ അങ്ങ് നടക്കും. ഇല്ല PF-ന്റെ ഇതുപോലെ പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പണി പഠിപ്പിച്ച് തന്നെ കളി പഠിപ്പിച്ച് തന്നെ വിടും. ഒരു സംശയമില്ല. എങ്ങനെ അങ്ങനെ ഫെയിലുവർ ഇത് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ മനസ്സിൽ എന്താ നോക്കൂ, കോവിഡ് വാക്സിൻ്റെ നോക്കൂ. അദ്ദേഹമാണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത്. അവിടെ തന്നെ അതിൻ്റെ ആ നിർമ്മാണശാലയിൽ തന്നെ അദ്ദേഹം പോയി വിലയിരുത്തി. കാരണം ഇന്ത്യക്കാരൻ്റെ ഒരുത്തൻ്റെ പോലും ജീവൻ ഈ വാക്സിൻ കൊണ്ട് പോകരുത്. 100%. ഇന്ന് വരെ ഏതെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? ചുമ്മാ ആളുകൾ അതും ഇതും പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു വാക്സിൻ മൂലം ആർക്കെങ്കിലും ഒരു കുഴപ്പമുണ്ടോ പറഞ്ഞു? ഇത്രയും വർഷങ്ങളായി ഞാൻ 3 വാക്സിനും ആദ്യമേ പോയി എടുത്ത ആളാണ്. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് തന്നെ പോയതാണ്. പക്ഷേ നമുക്ക് വിശ്വസിക്കാം, പ്രധാനമന്ത്രിയെ നമുക്ക് വിശ്വസിക്കാം. അതാണ് ഇത്. അതുപോലെ ഇങ്ങനെ നാളെയും വരരുത്. നാളെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ് വരുന്നതെങ്കിലും ഇതുപോലുള്ള ബിരുദന്മാർ അവിടെ ഇരുന്ന് പാരവെക്കരുത്. വൈറസുകളെ ഏത് രാജ്യം അയച്ചാലും ആ രാജ്യത്തെ കണ്ടുപിടിച്ച് അവന് വൈറസ് നമ്മൾ വെച്ചു കൊടുക്കും.